AJ കൊമേഴ്സ് ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈ ഡിയേഴ്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കറിയാം, ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ട്രേഡർ അയാളുടെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ആ ഒരു സ്മോൾ ട്രേഡർ അയാളുടെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസസിൽ 6 ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്, തിയറി ക്വസ്റ്റ്യനാണ്. മിനിമം 5 പോയിൻ്റെങ്കിലും പഠിച്ചു വെക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ 5 പോയിൻറ്റുകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് ആണ്, ഇതൊരു അക്കൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഈസ് സ്റ്റാർട്ട് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷോസ് ദ എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് കൺവെൻഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ് എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ഇത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്, ഇൻആക്യുറേറ്റ് ആണ്, അൺസയൻറ്റിഫിക് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ് എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കണമെന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് പർച്ചേസസ്, സെയിൽസ്, റിട്ടേൺസ് ആൻഡ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഫോർ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പർച്ചേസസും സെയിൽസും അതിൻ്റെ റിട്ടേൺസും എല്ലാ എക്സ്പെൻസസും എല്ലാ ഇൻകംസും കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരുപാട് മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടാവും, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിനെയും ഓപ്പണിംഗ് ക്യാപിറ്റലിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ ഒരു ട്രേഡറുടെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, കണ്ടുപിടിക്കുന്ന സമയത്ത് ക്ലോസിംഗ് ക്യാപിറ്റലും അതുപോലെ ഓപ്പണിംഗ് ക്യാപിറ്റലൊക്കെയാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഒരു ട്രയൽ ബാലൻസിലെ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്
പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസസ് നമ്മൾ എടുക്കുന്നില്ല. നമ്മുടെ എസ്റ്റിമേറ്റ്സിൻ്റെ ബേസിലും അതുപോലെ ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ ബേസിലും അക്കൗണ്ടുകളുടെ ബാലൻസസ് ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് കാരണം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ട്രയൽ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എല്ലിൽ കുറച്ച് ബുക്സിൻ്റെ ബാലൻസസും കുറച്ച് എസ്റ്റിമേറ്റ്സും ദെൻ അതുപോലെ ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത്തരം 6 പോയിൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 6 പോയിൻറ്റിൽ മിനിമം നിങ്ങൾ നിർബന്ധമായിട്ടും 5 പോയിൻറ്റുകൾ ഓർത്ത് വെക്കണം. ഇതിൻ്റെ ഒരു മീനിങ് ഒക്കെ സിംഗിൾ എൻട്രിയുടെയും ഡബിൾ എൻട്രീൻ്റെയും മീനിങ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റുകളായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് അതിലൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 പോയിൻറ്റുകൾ കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു ശ്രമം നടത്താം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കാണ്, മറ്റൊരു ഡിഫറൻസസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റലും, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസിംഗ് ക്യാപിറ്റലും, ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആസ് പെർ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന കൺസേൺസിൻ്റെ ബിസിനസ്സുകളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് സിംഗിൾ എൻട്രിയുമായിട്ട് റിലേറ്റഡ് ആണ്, ബാലൻസ് ഷീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ആൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ക്യാപിറ്റലുകൾ കണ്ടുപിടിക്കാനും അതേപോലെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ദെൻ ബാലൻസ് ഷീറ്റ് ആവുന്ന സമയത്ത് ഫൈനാൻഷ്യൽ പൊസിഷനാണ്, ഫൈനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ വളരെ ചുരുങ്ങിയ ട്രാൻസാക്ഷൻസ് ഉള്ള സ്മോൾ കൺസേൺസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്മോൾ കൺസേൺസ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അത്തരം സ്മോൾ കൺസേൺസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉള്ള വലിയ കൺസേൺസ്, വലിയ ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നാലാമത്തെ പോയിൻറ്റ്, ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ആസ് ഷോൺ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലയബിൾ. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം എന്നില്ല, ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷേ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൺവെൻഷൻസ് പ്രിൻസിപ്പിൾസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ആ ഒരു ബാലൻസ് ഷീറ്റ് കമ്പാരിറ്റീവ്ലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനേക്കാളും കുറച്ചും കൂടെ റിലയബിൾ ആയിരിക്കാം, ആക്യുറേറ്റ് ആയിരിക്കാം. ദെൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത് ട്രയൽ ബാലൻസ് ഈസ് നോട്ട് പ്രിപ്പയർഡ് ബിഫോർ ഇറ്റ്സ് പ്രിപ്പറേഷൻ. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിലാവുന്ന സമയത്ത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ദെൻ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അവസാനത്തെ പോയിൻറ്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രേസ് ദ ഐറ്റംസ് ഒമിറ്റഡ്.
സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എഴുതുന്ന ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു ഐറ്റം വിട്ടുപോയി കഴിഞ്ഞാൽ അത്തരം ഐറ്റംസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് തന്നെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദെൻ ബാലൻസ് ഷീറ്റ് ആകുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഐറ്റംസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലുണ്ടാകുന്ന എറേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം എഴുതാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തരം ഐറ്റംസൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും ഡിഫറൻസസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിൽ കൊടുത്തിരിക്കുന്നത്. മിനിമം 5 പോയിൻറ്റ്സ് എങ്കിലും നിർബന്ധമായിട്ട് പഠിക്കുക. തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റിയ മറ്റൊരു ഡിഫറൻസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കൂടെ 5 പോയിൻ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. നമുക്ക് 10 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസുള്ള എസ്എ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുൻപേ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, ഇതിലെങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കേണ്ടത്, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെയാണ് വരക്കേണ്ടത്, ദെൻ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ തന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇത്തരം ക്വസ്റ്റ്യനിലേക്കാണ് നമ്മളിനി പോകുന്നത്. അതിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യും. അതിലൂടെ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L എന്നുള്ളതും അതേപോലെ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെ പഠിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഷാൻ കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഹി പ്രൊവൈഡ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഷാൻ എന്ന് പറയുന്ന ആൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് അയാളുടെ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അയാളുടെ സർട്ടൈൻ ഇൻഫോർമേഷൻസ്, അയാളുടെ ബിസിനസ്സിൻ്റെ സർട്ടൈൻ ഇൻഫോർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി തന്നിരിക്കുന്ന ഐറ്റംസ് ഉണ്ട്. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ഡേറ്റിലുള്ള ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, ദെൻ ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പുതുതായിട്ട് കേൾക്കുന്ന ഒരു ഐറ്റമാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ ഇത്തരം ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ല. ദെൻ ഡ്രോയിങ്സ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ഈ ഒരു ഐറ്റം നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ല. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 1 by 1 ആയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ഇതുപോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പം 3 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ വന്നിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. നെറ്റ് പ്രോഫിറ്റ് കാണുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസറിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്താം. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻസ് 5 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അതിനുവേണ്ടി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. ആദ്യം വേണ്ട ഐറ്റം ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. 1,50,000 ആണ് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്, ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ആ ഡ്രോയിങ്സ് തന്നിരിക്കുന്നത് 12,000 ആണ്. നിങ്ങൾക്കിവിടെ കാണാം 12,000 നമ്മൾ ആഡ് ചെയ്തതായിട്ട് കാണാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,62,000 ആണ് എമൗണ്ട് വരുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ട്രേഡർ, ഈ ഒരു പ്രൊപ്രൈറ്റർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ
ആ ഒരു അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതായിട്ട് പറയുന്നുണ്ട്. 20,000 ആണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതായിട്ട് പറയുന്നത്. നമുക്ക് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം അല്ലേ. ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാം അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് വരുന്നത് 1,42,000 ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യണം. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് തന്നിരിക്കുന്നത് 1,00,000 റുപ്പീസാണ്. 1,00,000 റുപ്പീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 42,000 ആണ് കിട്ടുക. ഈ ഒരു 42,000 നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് ഫിഗറാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിൽ 42,000 ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഒരു പോസിറ്റീവ് ഫിഗറാണ്, അതുകൊണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഏത് രീതിയിലാണ് എടുക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസിൻ്റെ കാൽക്കുലേഷന് വേണ്ടി ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഈ ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് ഒക്കെ ലെസ് ചെയ്യുകയും ഇൻകംസ് ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട് അല്ലേ. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി? ഈ വർഷം ഇനിയും സാലറി കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒരു ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. ഈ വർഷം തന്നെ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടാണ്, സാലറി ആയിട്ട് കൊടുക്കേണ്ട എമൗണ്ടാണ്. കൊടുത്തിട്ടില്ല, ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കുറയും അല്ലേ, നമ്മുടെ പ്രോഫിറ്റ് എന്താവും, കുറഞ്ഞു വരും. 8,000 രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയിട്ട് പറയുന്നത്. 42,000 രൂപ ഗ്രോസ് പ്രോഫിറ്റുള്ള ഫേമിൽ ഇനിയും 8,000 റുപ്പീസ് സാലറി ആയിട്ട് കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്താവാൻ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത് അല്ലേ. 34,000 34,000 ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് കുറയുന്നു. ദെൻ പിന്നീടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. റെൻറ്റ് കിട്ടാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, നമുക്ക് കിട്ടാനുള്ള ഇൻകമാണ്, കിട്ടിയിട്ടില്ല, കിട്ടേണ്ടതാണ്. ഈ വർഷം കിട്ടേണ്ട ഇൻകമാണ്, അതുകൊണ്ട് തന്നെ അത് ഈ വർഷത്തെ ഇൻകമായിട്ട് മാറേണ്ടതാണ്. അങ്ങനെ ഈ വർഷത്തെ ഇൻകം ആവുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുക അല്ലേ. നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നത് 34,000 ആണ്. ആ ഒരു 34,000ൻ്റെ കൂടെ നമ്മൾ ഇൻകംസ് ആഡ് ചെയ്യണം. റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് റെൻറ്റ് കിട്ടാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ 5,000 റുപ്പീസ് ഈ വർഷം കിട്ടേണ്ട ഇൻകമാണ് നമ്മൾ ആഡ് ചെയ്യണം. പിന്നീട് കൊടുത്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലുള്ള ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമ്മൾ ഈ വർഷം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ വർഷം തന്നെ നെക്സ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ട ഇൻഷുറൻസിൻ്റെ പൈസയും കൂടെ നമ്മൾ അടച്ചു വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, നെക്സ്റ്റ് ഇയറിൽ വരുന്ന എക്സ്പെൻസ് ആണ്. ഈ വർഷമാണ് നമ്മൾ അത് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇൻഷുറൻസിൻ്റെ പൈസ പ്രീപെയ്ഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ എമൗണ്ട് കൂടെ നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റായിട്ട് വരേണ്ട എമൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് കൂടെ ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ രണ്ട് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്, ഒന്ന് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 9,000 കിട്ടും. നേരത്തെ കിട്ടിയിരിക്കുന്ന 34,000ൻ്റെ കൂടെ 9,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 43,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു 43,000ന് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള 3 അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ വരുന്നുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അത് എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എക്സ്പെൻസസ് ആണെങ്കിൽ അത് ലെസ് ചെയ്യുകയും ഇൻകംസ് ആണെങ്കിൽ അത് ആഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക്
43,000 ആണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വരെ കാണുന്ന പ്രൊസീജിയർ സെയിം ആണ്. ഗ്രോസ് പ്രോഫിറ്റിന് ശേഷമാണ് ശ്രദ്ധിക്കേണ്ടത് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയും ദെൻ ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമുക്ക് 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിലേക്ക് പോകുന്ന സമയത്ത് എസ്എ ക്വസ്റ്റ്യൻസ് ആവുന്ന സമയത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും കുറച്ചുകൂടെ ഐറ്റംസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് അത് എസ്എ ക്വസ്റ്റ്യനായിട്ട് മാറുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. ആനന്ദ് എന്ന് പറയുന്ന ഒരാളുടെ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആനന്ദ് കീപ്സ് ഹീസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ആനന്ദ് എന്ന് പറയുന്ന ഒരാൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷൻസ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് റീവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും റീവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഡേറ്റ്സിൽ ഒന്ന് ഓപ്പണിംഗ് ഡേറ്റ് ആണ്, ഒന്ന് ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഇങ്ങനെ ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തൊട്ട് താഴെ ഡ്യൂറിങ് ദ ഇയർ ഹി വിഡ്രൂ ₹10,000 ഫോർ ഹിസ് പേഴ്സണൽ യൂസിന് വേണ്ടി 10,000 റുപ്പീസ് വിഡ്രൂ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റലായിട്ട് ഫർദർ ക്യാപിറ്റലായിട്ട് 7,500 റുപ്പീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. തൊട്ട് താഴെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളായിട്ട് 4 അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ലീഗൽ എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഇതുപോലെയുള്ള 4 അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ആകുന്ന സമയത്ത് ഇത്തരം കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, ആദ്യം എന്താണ് പ്രിപ്പയർ ചെയ്യുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഒരു ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതിനുശേഷമാണ് നമ്മൾ റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഏതെങ്കിലും ഐറ്റംസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് മിസ്സിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ നേരെ നമ്മൾ പോവുകയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ആദ്യം വേണ്ട ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് വരെയുള്ള ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. നമുക്കതിൽ ആദ്യം വേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എത്രയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അതേപോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും വേണ്ടി കമ്പൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ലാബിലിറ്റി സൈഡിലുള്ള ഓപ്പണിംഗ് ഡേറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 1/1/2016 എന്നാണുള്ളത്, 1/4/2016 എന്നാണ് വേണ്ടത്. ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. കമ്പൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കുമ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഡീറ്റെയിൽസ് ആണ് എഴുതുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് 17,000 ആണ് ഓപ്പണിങ്ങിൽ. ബിൽസ് പേയബിൾ കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ എമൗണ്ട്
സൺട്രി ഡെപ്റ്റേഴ്സ്, മെഷീനറി, ഫർണിച്ചർ, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽസ് റിസീവബിൾ പോലെയുള്ള അസറ്റിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള എമൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓപ്പണിങ്ങിൽ എമൗണ്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഹൈഫൺ ഇട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കമ്പൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും ഈക്വൽ ആവേണ്ടതാണ്. കമ്പൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൻ്റെ ടോട്ടൽ ബോത്ത് സൈഡും ഈക്വൽ ആവേണ്ടതാണ്. ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് സൈഡിൽ 96,000 വരുന്നുണ്ട്, ലാബിലിറ്റി സൈഡിൽ 20,000 വരുന്നുള്ളൂ. അപ്പോൾ ബാലൻസ് ആയിട്ട് 76,000 വരും. ഈ ഒരു 76,000 ആണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് വരക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസിനെയാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ 76,000 ആണ്. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലും നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 13,000, ബിൽസ് പേബിൾ 4,000. ദെൻ അസറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, മെഷീനറി, ഫർണിച്ചർ, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബിൽസ് റിസീവബിൾ പോലെയുള്ള അസറ്റിൻ്റെ വാല്യൂവും ക്ലോസിങ്ങിലുള്ള അസറ്റിൻ്റെ വാല്യൂവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 1,25,000 ആണ് അസറ്റ് സൈഡിൽ കിട്ടുന്നത്. ലാബിലിറ്റി സൈഡിൽ 17,000 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്ന എമൗണ്ടാണ് 1,08,000. നിങ്ങൾക്ക് കാണാം അവിടെ. ഇതിനെയാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ ക്യാപിറ്റൽ ക്ലോസിംഗ് ക്യാപിറ്റൽ 1,08,000 എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലിനെയും ആവശ്യമുണ്ട്. നമ്മളിവിടെ രണ്ട് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോവാം. അതിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് 1,08,000. ഇതിൻ്റെ കൂടെ ഡ്രോയിങ്സ്, അയാളുടെ പേഴ്സണൽ യൂസിന് വിഡ്രൂ ചെയ്തിരിക്കുന്ന ഡ്രോയിങ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ആഡ് ഡ്രോയിങ്സ് 10,000 ആണ് ഡ്രോയിങ്സ്. ദെൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,18,000 വരും. ഓക്കെ, ഇതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ മൈനസ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫർദർ ക്യാപിറ്റൽ. ഓക്കെ, ഫർദർ ക്യാപിറ്റൽ ഓർ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7,500 ആണ് അഡീഷണൽ ക്യാപിറ്റൽ. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ 1,10,500 ആണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് കിട്ടുന്നത്. ദെൻ ഈ ഒരു എമൗണ്ടിൽ നിന്നും നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. 76,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 34,500. ഈ ഒരു 34,500നെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് 34,500. ഇനി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസസ് ഒക്കെ ലെസ് ചെയ്യുകയും ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റും ദെൻ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ലോസും ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ആദ്യമായിട്ട് എക്സ്പെൻസസ് ലെസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫേമിൻ്റെ എക്സ്പെൻസസ്, ഈ ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഓൾറെഡി ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. അതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസസ് ആണോ ഇൻകംസ് ആണോ എന്നുള്ളത്
പറയാൻ വേണ്ടി പറ്റണം. ആദ്യം തന്നെ നമ്മൾ ഡിപ്രീസിയേഷനാണ് കാണുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ലോസ് ആണ്, എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ട ഐറ്റമാണ്. മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട് 10% ആണ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ. മെഷീനറിയുടെ ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് നോക്കുക നിങ്ങൾ. 20,000 ആണ് ക്ലോസിംഗ് മെഷീനറി എന്ന് പറയുന്നത്. അതിൻ്റെ 10% 2,000 ആണ് എക്സ്പെൻസസ് ആയിട്ട് വരുന്ന, ഡിപ്രീസിയേഷനായിട്ട് വരുന്ന ആദ്യത്തെ എമൗണ്ട് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി. ദെൻ പിന്നീട് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. 10,000 ആണ് ഫർണിച്ചറിൻ്റെ വാല്യൂ. അതിൻ്റെ 12% ആണ് പെർ ആനം, 12% ആണ് 1,200 ആണ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷനായിട്ട് വരുന്നത്. പിന്നീട് വരുന്ന മറ്റ് എക്സ്പെൻസസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. ഔട്ട്സ്റ്റാൻഡിങ് ലീഗൽ എക്സ്പെൻസസ്. ലീഗൽ എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണ്. ഈ വർഷം ലീഗൽ എക്സ്പെൻസസ് കൊടുക്കാനായിട്ടുണ്ട്, പക്ഷേ കൊടുത്തിട്ടില്ല. അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ. ദെൻ പിന്നീട് പറയുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഓക്കെ, നമുക്കറിയാം പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, ഒരു ലാബിലിറ്റി ആണ്. ദെൻ ബിസിനസ്സിൻ്റെ ലാബിലിറ്റി ആണ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് നമ്മൾ പ്രൊവിഷൻ കാണേണ്ടത്. 30,000 ആണ് ഡെപ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്. 5% പ്രൊവിഷൻ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 30,000-ന് 5% 1,500 ആണ് പ്രൊവിഷൻ്റെ എമൗണ്ട് വരുന്നത്. ഈ 4 ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,700 ആണ് കിട്ടുന്നത്. അവിടെ എമൗണ്ട് എടുത്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ എമൗണ്ട് കാണിച്ചതിൽ ഒരു 0 കൂടുതലാണ്. 5,700 എന്നാണ് വേണ്ടത്. ദെൻ നേരത്തെ കിട്ടിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും നമ്മുടെ 5,700 റുപ്പീസാണ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28,800 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, 28,800. അപ്പോൾ നേരത്തെ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പെൻസസ്, ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 28,800 കിട്ടും. ദെൻ പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇൻകംസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത വർഷത്തെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമ്മൾ ഈ വർഷം തന്നെ അടച്ചതാണ്. അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പ്രീപെയ്ഡ് ആയിട്ട് ഇൻഷുറൻസ് അടച്ചിട്ടില്ല എങ്കിൽ ആ ഒരു എമൗണ്ട് കൂടെ നമ്മുടെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ അടച്ചിരിക്കുന്ന ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൂടെ നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. 500 റുപ്പീസാണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കിട്ടിയിരിക്കുന്ന 28,800-ൻ്റെ കൂടെ നമ്മുടെ ഇൻകമായിട്ടുള്ള പ്രീപെയ്ഡ് ഇൻഷുറൻസ് 500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 29,300 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ മറ്റ് ഇൻകംസ് ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് മാത്രമേ ഇൻകമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നത്. 29,300 ആണ്. അതുകൊണ്ട് തന്നെ അത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. 29,300 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതേപോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെയും ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഒക്കെ സഹായത്തോടു കൂടെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ആ ഒരു ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും എക്സ്പെൻസസ് ലെസ് ചെയ്യുകയും ഇൻകംസ് ആഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് റീവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം ക്ലോസിംഗ് ഡേറ്റിലുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളുടെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? അസറ്റ് സൈഡിലേക്ക് വരാം. അത് നമ്മൾ അസറ്റ് സൈഡാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാഷ് അറ്റ് ബാങ്ക് 10,000 ആണ് ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്യാഷ് അറ്റ് ബാങ്ക് 10,000. ആ ക്യാഷ് അറ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 10,000 എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. പിന്നീട് വരുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് 30,000 ആണ് സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് പറയുന്നത്. ഈ വർഷം 1,500 ബാഡ് ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ള 28,500 ആണ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. പിന്നീട് വരുന്നൊരു ഐറ്റം മെഷീനറി ആണ്. മെഷീനറിയുടെ ക്ലോസിംഗ് ഡേറ്റിൽ മെഷീനറി 20,000 ആണ്. ആ ഒരു 20,000-ൽ നിന്നും
ആ ഒരു മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ഓൾറെഡി നമ്മൾ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ, ആ ഒരു മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 2000 ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. ആ ഒരു 2000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18,000 ആണ് മെഷീനറിയുടെ വാല്യൂ എന്ന് മനസ്സിലാവും. പിന്നീട് നമ്മൾ ഇതേപോലെ തന്നെ അടുത്ത ഒരു ഫിക്സഡ് അസറ്റാണ് ഫർണിച്ചർ 10,000 ആണ് വാല്യൂ. ഫർണിച്ചറിൻ്റെയും ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ ഫർണിച്ചറിൻ്റെ എമൗണ്ടിൽ നിന്നും ലെസ് ചെയ്തിട്ടാണ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ 10,000 നിന്നും ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷനായിട്ടുള്ള 1,200 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8,800 ആണ് ഫർണിച്ചറിൻ്റെ വാല്യൂ. പിന്നീട് പറയുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ എഴുതേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്കാണെന്നുള്ളത് ഓർത്ത് വെക്കുക. 28,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ. പിന്നീട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അടുത്ത ഒരു അസറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എഴുതുന്നതാണ്. പിന്നീട് ബിൽസ് റിസീവബിൾ ആണ് അടുത്തൊരു ഐറ്റം. ബിൽസ് റിസീവബിൾ അസറ്റാണ്, 12,000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നീട് വരുന്നൊരു ഐറ്റം, അസറ്റ് സൈഡിൽ വരുന്നൊരു ഐറ്റം പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഒരു അസറ്റാണ്. നമ്മൾ ഈ വർഷം അടയ്ക്കേണ്ട ഇൻഷുറൻസ് അല്ല, അടുത്ത വർഷം അടയ്ക്കേണ്ട ഇൻഷുറൻസ് ഈ വർഷം തന്നെ അടക്കുന്നു. അത് നമ്മുടെ ഒരു അസറ്റാണ്. അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. 500 റുപ്പീസാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഇത്രയും ഐറ്റംസാണ് അസറ്റ് സൈഡിൽ വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഐറ്റവും എടുക്കുന്ന സമയത്ത് ആ ഐറ്റംസ് ടിക്ക് ചെയ്ത് കൊണ്ടെടുക്കുക. ഏതെങ്കിലും ഒരു ഐറ്റം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടിക്ക് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ. ദെൻ ലാബിലിറ്റി സൈഡിലേക്ക് വരുന്ന സമയത്ത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഒരു ലാബിലിറ്റിയാണ്. ദെൻ ഒരു കറണ്ട് ലാബിലിറ്റിയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ദെൻ അതിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം, കാരണം അതുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറയുന്നില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ലാത്ത ഒരു ലാബിലിറ്റിയാണ് ബിൽസ് പേബിൾ. 4,000 ആണ് ബിൽസ് പേബിളിൻ്റെ വാല്യൂ വരുന്നത്. പിന്നീട് വരുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ കൊടുത്തിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ലീഗൽ എക്സ്പെൻസസ് ആണ്. ലീഗൽ എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറയുന്നുണ്ട്. ഈ വർഷം നമ്മൾ ലീഗൽ എക്സ്പെൻസസ് കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല. ഡ്യൂ ആയിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ ലാബിലിറ്റിയാണ് എന്നുള്ളത് കൂടെ ഓർത്ത് വെക്കുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ്. ഇവിടെ ലീഗൽ എക്സ്പെൻസസ് ആണ് പറയുന്നത്, അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു ഫേമിൻ്റെ ലാബിലിറ്റി ആയിട്ട് വരും. ലാബിലിറ്റി ആയിട്ട് 1,000 റുപ്പീസാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ദെൻ പിന്നീട് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, നമ്മുടെ റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ലാബിലിറ്റീസും അസറ്റ്സും വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ലാബിലിറ്റി സൈഡിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കേണ്ടതുണ്ട്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ചുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടത് കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 76,000 ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്നും ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് ലെസ് ചെയ്ത് കാണിക്കണം. അതേപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുന്ന സമയത്ത് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും ഡ്രോയിങ്സ് മൈനസ് ചെയ്യുകയും അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും വേണം. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലും ചെയ്തതായിട്ട് കാണാം. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും 10,000 ഡ്രോയിങ്സ് മൈനസ് ചെയ്യുകയും 7,500 അഡീഷണൽ ക്യാപിറ്റലും അതേപോലെ തന്നെ 29,300 ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റും ആഡ് ചെയ്തിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയതായിട്ട് കാണാം. ഓക്കെ,
ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നിങ്ങൾ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒന്നുകിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ദെൻ അതേപോലെ തന്നെ റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ 2 പ്രാവശ്യം നിങ്ങൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്ക് മാർക്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ടിക്ക് മാർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഐറ്റം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ഐറ്റംസും ലാബിലിറ്റീസും അസറ്റ്സും എടുത്തു കഴിഞ്ഞാൽ റീവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നിങ്ങൾക്ക് ലാബിലിറ്റി സൈഡും അതേപോലെ അസറ്റ് സൈഡും ഈക്വലായിട്ട് വരേണ്ടതാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വലായിട്ട് വരും. 1,20,800 റുപ്പീസാണ് ബോത്ത് സൈഡിൽ, ലാബിലിറ്റി സൈഡിലും അതേപോലെ അസറ്റ് സൈഡിലും നിങ്ങൾക്ക് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 4 അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 4 അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും അതേപോലെ തന്നെ റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതേപോലെ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസായിട്ട് ചോദിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. 10 മാർക്കിൻ്റെ എസ്സേയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ 4-5 അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെയൊക്കെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടെ നമ്മുടെ ഈ ഒരു 2ാമത്തെ പാർട്ടിൻ്റെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി